When the call came for our fate's plight, no soul refused, no, none took flight. 11 rallying one single call echoed the Boscos, give me soul. Heartbreaky boy, Shajalan Jongi, Nangi Tawad, Northeast ki Shakri. Chingechin staki san bansa. ഞാൻ ഇന്ന് ഇരിക്കുന്നത് ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഫാദർ ഡോക്ടർ PD ജോണി. അദ്ദേഹം കോതമംഗലം സ്വദേശിയാണ്. അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. ഈ ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അധികാരി കൂടിയാണ്. അദ്ദേഹം 15ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സലേഷ്യൻസ് എന്ന് പറയുന്ന ഇറ്റലിയിലുള്ള മിഷണറീസ് നോർത്ത് ഈസ്റ്റിൽ വന്നിട്ട് 100 വർഷം തികയുകയാണ്. അപ്പം അച്ഛനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഉണ്ടായ സംഭവങ്ങൾ, മാറ്റങ്ങൾ, നോർത്ത് ഈസ്റ്റിലുണ്ടായ മാറ്റങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അപ്പുറത്ത് കാണുന്ന ബ്രഹ്മപുത്രയാണ്, അതിമനോഹരമായ ബ്രഹ്മപുത്ര. അപ്പം അതിൻ്റെ ഒരു ബാങ്ക്സ് ഓഫ് ബ്രഹ്മപുത്രയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ലൂസ് ടോക്കിൻ്റെ കോൺവെർസേഷൻ. അച്ഛാ നമസ്കാരം. താങ്ക് യു. ശരി. അച്ഛാ, ഈ 100 വർഷം സലേഷ്യൻസിൻ്റെ വരവോട് ഇറ്റാലിയൻ മിഷണറീസിൻ്റെ വരവ് ആഘോഷിക്കുകയാണ്. അച്ഛൻ എന്താ അതിൻ്റെ അത് പറയാനുള്ളത്? എന്തിനു വന്നു, എന്തായിരുന്നു ഇവിടെ വന്ന് ഇവർ ചെയ്തത്, എങ്ങനെയാണ് ഇവിടെ മലയാളികൾ വരാനുണ്ടായ, മലയാളി അച്ഛന്മാരും കന്യാസ്ത്രീകളും വരാനുണ്ടായ കാരണം, അതിനെപ്പറ്റി ഒരു ഏകദേശ രൂപം തരാം. ഇത് ഇറ്റാലിയൻ മിഷണറിമാരെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ് വാസ് എ ഫ്രഞ്ച് മാൻ. ഫ്രഞ്ച് ഉണ്ടായിരുന്നു, ജർമ്മൻസ് ഉണ്ടായിരുന്നു, സ്പാനിഷ് ഉണ്ടായിരുന്നു, ഇറ്റാലിയൻസ് ഉണ്ടായിരുന്നു. അവരൊരു ഗ്രൂപ്പ് ഓഫ് 11 മിഷണറീസാണ്. 5 വൈദികരും 6 വൈദികരും 5 ബ്രദേഴ്സ്, അങ്ങനെ 11 പേരാണ് ഇവിടെ നോർത്ത് ഈസ്റ്റിലെത്തിയത് ആദ്യമായിട്ട്. ജനുവരി 12-ാം തീയതി അവർ ഗുവാഹട്ടി, ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടുന്ന് ഷില്ലോങ്ങിൽ പോയാണ് അവർ അതിൻ്റെ ഒരു ഇത് തുടങ്ങിയത്. കാരണം സലേഷ്യൻ സഭ, ഇവരെല്ലാം സലേഷ്യൻ സഭ അംഗക്കാരാണ്. സലേഷ്യൻ സഭ തുടങ്ങിയിട്ട് കൂടുതൽ, ഡോൺ ബോസ്കോ മരിച്ചത് 1858-ലാണ്. അത് കഴിഞ്ഞ് സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോൺ ബോസ്കോ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ 1875 പറ്റഗോണിയ എന്ന് പറയുന്ന സൗത്ത് അമേരിക്കയിലാണ് ആദ്യം മിഷണറിമാരെ അയച്ചിട്ടുള്ളത്. അങ്ങനെ ഈ സഭ ഒരു പുതിയ സഭയിൽ ഒരുപാട് പ്രാവശ്യം റോമിൽ നിന്ന് ഇവർ ചോദിച്ചു മിഷണറിമാരെ നോർത്ത് ഈസ്റ്റിലേക്ക് അയക്കാനുള്ള പറ്റുമോ എന്ന്. കാരണം ഇവിടെ തുടങ്ങിയത് സാൽവറ്റോറിയൻ ജർമ്മൻ മിഷണറീസാണ് തുടങ്ങിയത്. അവർ 1891 അവർ തുടങ്ങി. എന്നിട്ട് ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് അവർ ഇവരിവിടെ വരാനുണ്ടായ കാരണം എന്തോ? കാരണം അന്ന് ഇവിടെ മലേറിയ ആയിരുന്നു എന്ന് പറയുന്നു. അതിനെ ഫൈറ്റ് ചെയ്യാൻ പോപ്പാണ് ഇവരെ വിട്ടത് എന്നൊരു കഥ പറയുന്നുണ്ട്. സത്യമാണ്? ഇല്ല, കത്തോലിക്ക സഭ യേശുക്രിസ്തുവിൻ്റെ ഒരു വിശ്വാസം അറിയിക്കാൻ വേണ്ടി എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ മിഷണറിമാരെ ഓരോ സഭകളിൽ നിന്ന് അവർ ജസ്യൂട്ട് മിഷണറിമാരെ പല സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. അവരും ഇവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. ഈ സാൽവറ്റോറിയൻ ജർമ്മൻ മിഷണറീസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു. അപ്പോൾ ഒരു കെയർ ടേക്കറായിട്ട് ജസ്യൂട്ട് മിഷണറീസിനെ ഒരു 5-6 വർഷം ഇവിടെ വെച്ചു. എന്നിട്ട് 1922-ലാണ് സലേഷ്യൻ സഭ, ഡോൺ ബോസ്കോയുടെ സഭ, വൈദികരും ബ്രദർമാരും ഇവിടെ ആദ്യമായിട്ട് എത്തിയത് 1922. അതുപോലെ സിസ്റ്റർമാർ വന്നത് 1923 സലേഷ്യൻ സഭ സിസ്റ്റേഴ്സ് അവർ വന്ന്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ, ഞങ്ങളുടെ മിഷണറീസ് വന്നപ്പോൾ നോർത്ത് ഈസ്റ്റിൽ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. വളരെ ചുരുക്കമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികൾ. എത്രയാണെന്ന് എനിക്കിപ്പോൾ കൗണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ വെരി ഫ്യൂ.
അല്ല, ഇവിടെ വന്നിട്ട് ബേസിക്കലി ഇവിടെ ഉണ്ടായ മാറ്റം എന്തുവാണ്? കാരണം എഡ്യൂക്കേഷനിലാണ് വലിയ മാറ്റം നോർത്ത് ഈസ്റ്റിൽ ഉണ്ടാക്കിയത് മിഷണറിമാരാണെന്നാണ് പറയുന്നത്. മിഷണറിമാരാണ് ഇവിടെ എഡ്യൂക്കേഷൻ, സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ്, എഡ്യൂക്കേഷൻ, കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു ഇവിടെ. പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ. ദെൻ വി സ്റ്റാർട്ടഡ് 1934 ഞങ്ങളാണ് ഡോൺ ബോസ്കോ സഭയിലുള്ള ഏറ്റവും ആദ്യത്തെ കോളേജ് തുടങ്ങിയത്. സഭയ്ക്ക് ഇതൊരു വലിയ സംഭവമാണ്. ഡോൺ ബോസ്കോ അംഗങ്ങൾ, ഡോൺ ബോസ്കോ സഭാ വൈദികർ, ബ്രദർമാർ, സിസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിലേക്ക് വന്നിട്ട് ഇപ്പോൾ 100 വർഷം ആയി. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾക്ക് ഇവിടുത്തെ വളരെ വളരെ പ്രോഗ്രാംസ്, ഞങ്ങളുടെ ഡോൺ ബോസ്കോയുടെ 10th സക്സസർ, ഡോൺ ബോസ്കോ ദ ഫൗണ്ടേഴ്സ്, ദ സക്സസർ ഓഫ് ഡോൺ ബോസ്കോ 10th സക്സസർ ഫാദർ അങ്കിൾ ഫെർണാണ്ടസ് ആർത്തിമേ, അതുപോലെ തന്നെ ജനറൽ കൗൺസിൽ മെമ്പേഴ്സ്, അവരൊക്കെ നോർത്ത് ഈസ്റ്റിലേക്ക് ഈ സെലിബ്രേഷന് വേണ്ടി എത്തിയിരുന്നു. ഒക്ടോബർ 24 അവർ ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് ഇവിടെ എത്തി ഞങ്ങൾക്കൊരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്വീകരണവും പ്രോഗ്രാം ഇവിടെ നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ 25, 26, 3 ദിവസങ്ങളിൽ ഗുവാഹട്ടി പ്രോവിൻസിൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞ് 27 രാവിലെ റെക്ടർ മേജർ, സക്സസർ ഓഫ് ഡോൺ ബോസ്കോ, ഷില്ലോങ്ങിലേക്ക് പോയി. മിഷണറിമാർ ആദ്യം തുടങ്ങിയ സ്ഥലമാണ് ഷില്ലോങ്. മേഘാലയ ഉള്ള ഷില്ലോങ്ങിലാണ് ഡോൺ ബോസ്കോ സഭ ആദ്യമായിട്ട് 1922 ജനുവരി 13 ഇത് സംഭവം തുടങ്ങി. അപ്പൊ ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, ഇപ്പൊ എന്തിനാണ് ഈ കാത്തലിക് സഭ ഈ നോർത്ത് ഈസ്റ്റിലോട്ട് വരാനുണ്ടായ കാരണം എന്ത്? ഇത് കത്തോലിക്ക സഭ മാർപ്പാപ്പ ഞങ്ങളുടെ സക്സസർ ഓഫ് ഡോൺ ബോസ്കോ ഫാദർ പോൾ ആൽബറോട് ചോദിച്ചു, മിഷണറിമാരെ നോർത്ത് ഈസ്റ്റിലേക്ക് ആവശ്യമുണ്ട്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന മിഷണറിമാർ, സാൽവട്ടോറിയൻ ജർമ്മൻ മിഷണറിമാർ ഫസ്റ്റ് വേൾഡ് വാർ അടുത്തപ്പോൾ അവർക്ക് തിരിച്ചു പോയി. ഒരു കുറച്ച് വർഷത്തേക്ക് കെയർ ടേക്കറായിട്ട് ജെസ്യൂട്ട് മിഷണറിമാരെ വെച്ചിരുന്നു. പക്ഷെ അവർക്കും ടെമ്പററി ആയിട്ട്. അതുകൊണ്ട് പല പല സഭകളോടും മാർപ്പാപ്പ ചോദിച്ചു. ഈ ചില നോർത്ത് ഈസ്റ്റ് ഒരുപാട് ബാക്ക്വേർഡ് ആയിരുന്നു, വെരി ബാക്ക്വേർഡ് ഏരിയ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, മലേറിയ പ്രോൺ ഏരിയ, let's say it's all away from civilization, let us say, and so it was much neglected also by the government of India. So the church, കത്തോലിക്ക സഭ മാർപ്പാപ്പ ഞങ്ങളുടെ റെക്ടർ മേജറാണ് ഡോൺ ബോസ്കോയുടെ പിൻഗാമിയോട് ചോദിച്ചു, മിഷണറിമാരെ ആവശ്യമുണ്ട്. അവിടുന്ന് അതുപോലെ കുറച്ച് മിഷണറിമാർ, 11 മിഷണറിമാരാണ് ആദ്യം യൂറോപ്പിൽ നിന്ന് വന്നത്. അതിനകത്ത് ഫ്രഞ്ചുകാരൻ, ജർമ്മൻ, ഇറ്റാലിയൻ, സ്പാനിഷ് എല്ലാവരും കൂടി 11 മിഷണറിമാരാണ് ഇവിടെ ആദ്യമായിട്ട് എത്തിയത്, ഇത് തുടങ്ങിയത്. പിന്നെ കുറച്ച് പേരോട് വന്നു. അത് കഴിഞ്ഞ് മിഷണറിമാരെ ആവശ്യമുണ്ട്. ഒരുപാട് ജോലി എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്കൂളിൻ്റെ ആവശ്യം വന്നു, ഹെൽത്ത് കെയറിൻ്റെ ആവശ്യം വന്നു, സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വന്നു. അതുകൊണ്ട് മിഷണറിമാരെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലൊക്കെ ചുറ്റി നോക്കിയപ്പോൾ അവർ മിഷണറിമാരെ കിട്ടിയ സ്ഥലം കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ നിന്നാണ് ഫസ്റ്റ് സംഘം മിഷണറിമാർ നോർത്ത് ഈസ്റ്റിലെത്തി. ഒരു വളരെ ഒരു മുന്നായിട്ടായിരുന്നു, ഒരു അങ്ങനെ ഫാസ്റ്റ് ഗ്രോത്ത്. അച്ഛാ, ഇപ്പൊ എന്ത് ബേസിക് മാറ്റമാണ് നോർത്ത് ഈസ്റ്റിലെ എഡ്യൂക്കേഷൻ സെക്ടറിലും ഈ ഹെൽത്ത് സെക്ടറിലും? കാരണം ഞാൻ കേട്ടിട്ടുള്ളത് നോർത്ത് ഈസ്റ്റിൽ മനുഷ്യനെ കഴിക്കുന്ന ആദിവാസികൾ വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ വേഷവും ഇതാ. കാരണം ഞാൻ ഡോൺ ബോസ്കോ ഒരു മ്യൂസിയം ഉണ്ട് ഷില്ലോങ്ങിൽ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ വല്ലാത്ത പ്രാകൃത രീതിയിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഏത് രീതി, അപ്പൊ അവരെ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുത്തു? കാരണം ഇന്ന് മേഘാലയ എന്ന് പറയുന്നത് അവരുടെ മദർ ടങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷായി മാറി. അതെ, മേഘാലയ തന്നെ, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എല്ലായിടത്തും ഇപ്പൊ ഇംഗ്ലീഷ്. അല്ല, അപ്പൊ അതെ, അതെന്ത് ഏത് രീതിയിലുള്ള ടാസ്ക് ഏറ്റെടുത്തത്?
അത് പറയാനുണ്ടായ കാരണം കേരളത്തിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ വലിയ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് പോലും വി കനോട്ട് ഈവൻ സ്പീക്ക് പ്രോപ്പർ ഇംഗ്ലീഷ്. അപ്പൊ അവിടെയാണ് ആദിവാസി കമ്മ്യൂണിറ്റിയെ ഇത് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുള്ള ടാസ്ക് ആയിരുന്നു ആദ്യം എഡ്യൂക്കേഷൻ ഉണ്ടാക്കുക? ഇപ്പൊ എനിക്ക് പറയാന്ന് വെച്ചാൽ ഞാനിവിടെ എത്തിയിട്ട് ഇപ്പൊ 43 വർഷമായി. 1979 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഞാൻ ഇങ്ങോട്ടൊന്നും ഓപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഡോൺ ബോസ്കോ മണ്ണുത്തിയിൽ ആണ് 3 വർഷം പഠിച്ചത്. അത് കഴിഞ്ഞ് നിനക്കൊരു വൈദികനാകാൻ താല്പര്യമുണ്ടെങ്കിൽ ആസാമിലേക്ക് പോയിക്കോളൂ. അന്ന് ആസാം എന്താണ്, മേഘാലയ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നെ ഇങ്ങോട്ട് അയച്ച കാരണം ഞാൻ ഇങ്ങോട്ട് വന്നു. അന്നത്തെ കാലവും ഇപ്പോഴും ഇപ്പൊ 43 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ. സ്കൂളുകൾ ഇപ്പൊ ഡോൺ ബോസ്കോ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ പല പല സഭാ വൈദികരുണ്ട്, ഇപ്പോൾ ഡയസിസൻ ക്ലർജി അച്ഛന്മാരുണ്ട്. പക്ഷേ ഡോൺ ബോസ്കോവിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റില് കൂടുതലായിട്ടൊന്നും അന്നും ഇല്ല, ഇന്നും കാണില്ല. വെച്ചാൽ ഡോൺ ബോസ്കോയ്ക്ക് ഇപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പം 3 ക്യാമ്പസ്. ഇപ്പം ഞാനിരിക്കുന്ന ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഈ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലം. കാരണം വെച്ചാൽ മിഷണറിമാർ ദൂരെ നിന്നും, കേരളത്തിൽ നിന്നും, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന്, ഗോവയിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്ന്, ഇവരൊക്കെ മിഷണറീസ് നോർത്ത് ഈസ്റ്റിൽ വന്നു. ഇവരാണ് ഇപ്പോൾ ഉള്ള നോർത്ത് ഈസ്റ്റിനെ ഈ ഒരു ലെവൽ, ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷണൽ സെക്ടറായിട്ട് മാറ്റിയിരുന്നു. ഇപ്പം കേരളത്തിൽ തന്നെ ആൾക്കാർ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ മലയാളികൾ മാനേജ്മെൻറ്റിന് വേണ്ടി പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എത്ര പേര് കേരളത്തിൽ, കാരണം ഇവിടെ വന്നാൽ they will be smart, can learn English and ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പം ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇവിടെ ഒരു ബൂം ഉണ്ടാക്കിയത് ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട്. Absolutely. Don Bosco is like a password in Northeast. ആര് എവിടെ ഇപ്പൊ ഡോൺ ബോസ്കോ വൈദികർക്ക് യാതൊരു പ്രശ്നവും ഈ നോർത്ത് ഈസ്റ്റില്. ഇവിടെ ഒരുപാട് മിലിറ്റൻസി ഉണ്ടായിരുന്നു. ഒരുപാട് ഞങ്ങളുടെ കുറച്ച് വൈദികർക്കൊക്കെ 100 സെഞ്ചുറി മലേറിയ അടിച്ചിട്ടുണ്ട്. സെഞ്ചൂറിയൻ എന്നുവെച്ചാൽ 100 പ്രാവശ്യം മലേറിയ വന്ന വൈദികർ പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് അവർ ഇവിടെ വന്ന് ഒരുപാട് ത്യാഗങ്ങൾ വെച്ചാൽ, പക്ഷേ ഒരു പ്രത്യേക ഒരു എനർജി തേക്കറ്റി. ഇപ്പം എനിക്ക് ഈ നോർത്ത് ഈസ്റ്റിലെ കവിഞ്ഞ് ഒരു സ്ഥലത്തെ പേരും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രയായിട്ട് നമ്മൾ ഇവരുടെ ജനങ്ങളിപ്പോൾ നമ്മളെ ഇവിടെ ഒരുപാട് സ്വീകരിക്കുന്നുണ്ട്. ദേ വിൽ ഡു എനിത്തിങ് ഫോർ അസ് ബിക്കോസ് ദേ നോ ദാറ്റ് വി ആർ ഫോർ ദം. നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് നമ്മൾ പറയില്ല. കാരണം വി ലൈക്ക് വർക്കിംഗ് ഫോർ ദം. വെച്ചാൽ there is a inner satisfaction that God has called me to work in a place like this. ഇവിടെ എന്നെ വിളിച്ചിട്ട് making me kind of inner satisfaction. There's inner joy, happiness. The church is growing, the people are developing, socially they are becoming social standing, the status has come up. So 100 വർഷം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഇയേഴ്സ്. അച്ഛാ, അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, നോർത്ത് ഈസ്റ്റ് ഉള്ളവരെ ഇതേപോലെ മിഷണറി ആക്കി മാറ്റിയെടുത്തിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ നിന്നൊന്നും ഇപ്പം മിഷണറിമാരെ അങ്ങോട്ട് ആവശ്യമില്ല. കാരണം ഇപ്പൊ ലോക്കൽസ് തന്നെ ഒരുപാട് പേര് മിഷണറീസ് ഉണ്ട്. നിങ്ങളുടെ ഡോൺ ബോസ്കോ സഭയിൽ വേറെ പല സഭാ വൈദികർ ഇവിടെ വന്നിട്ടുണ്ട്, സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ നിന്നാണ് പല സഭാ വൈദികരും നോർത്ത് ഈസ്റ്റിലേക്ക് വന്നത്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ആണ് ഒരു മിഷണറി വൊക്കേഷന്റെ ഒരു ഫൗണ്ടേഷൻ. ഇപ്പൊ കേരളത്തിൽ നമുക്ക് മിഷണറിമാരെ കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ മലയാളികൾക്ക് ഇവിടെ വന്നാണ് കുട്ടികളെ വൈദികരാകാനും സിസ്റ്റർമാരാകാനും വേണ്ടി കൊണ്ടുപോകുന്നത്. ആ രീതിയിലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് മിഷണറിമാര് ഇപ്പൊ ആഫ്രിക്കയില്, സൗത്ത് അമേരിക്കയില്, സ്വാസിലാൻഡ്, സോളമൻ ഐലൻഡ്സ്, ഓസ്ട്രേലിയക്ക് ഈ നോർത്ത് ഈസ്റ്റ് മിഷണറിമാർ പുറത്ത് ഇപ്പോൾ പോകുന്നുണ്ട്. അവിടുത്തെ മിഷണറിമാർ കുറഞ്ഞു, ഇവിടുന്ന് മിഷണറിമാർ ഇപ്പോൾ ആ ഒരു
we have ഒരു reached transformation such a ഉണ്ടായി. level. Yeah, complete transformation. സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ അതിൽ എത്രമാത്രം ഡോൺ ബോസ്കോ വിജയിക്കാൻ സാധിച്ചു? പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ. No, yeah, northeast tribal area, ഇപ്പം മേഘാലയ എന്ന് പറയുമ്പോൾ women, girls education is better than boys education. Oh, that is that much improved. It is, Meghalaya is a different state. They follow a system called matrilineal system. Apol, we have to worry more about boys education than girls education. The girls education is far advanced than the boys education in Meghalaya. No, so too in most of the states of northeast, there is no difference in girls education and boys education. We have initially, ഞങ്ങൾ ഡോൺ ബോസ്കോക്കാര് started for boys only. Our sisters came and started for girls. Now we have opened up co-education in almost 90% of our schools and colleges. So ഈ അതേപോലെ ആസാമില് ഗുവാഹട്ടിയില് ഡോൺ ബോസ്കോ മൈനസ് ദർ ഇസ് നോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതെന്തോ സത്യം? മൈനസ് ഡോൺ ബോസ്കോ എന്ന് പറയുമ്പോൾ ഡോൺ ബോസ്കോ ഈസ് ദ ബ്രാൻഡ് ഫോർ എവ്രി വൺ. ടുഡേ ഒരുപാട് വൈദികരും സഭകളും ഡോൺ ബോസ്കോയുടെ പേര് വെച്ചാണ് സ്കൂൾ നടത്തുന്നത്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് എ ഫാക്ട്. Don Bosco Hojai, Don Bosco Lamting, Don Bosco Mangaldoy, Don Bosco Tezpur, Don Bosco in Assam. There are so many Don Bosco schools, but not run by the Don Bosco people or fathers and brothers, but run by others. But they are giving same quality or sometimes even better quality than Don Bosco. The parent Don Bosco. Parent Don Bosco, yeah. So that such kind of improvement happened. Yeah, and I am basically a resource person in the field of education. Even in corporate schools, in public schools, or let's say other schools, they are asking us our secret, our system of education. The Don Bosco system of education, even other schools are taking our core values. What is our system is being taught to them. They call us for seminars to explain our system of education, which they are implementing in their schools, whether it be international schools or corporate schools. Or, Father, please come and tell us your system. Why is everyone up to Don Bosco schools today? ഇപ്പം ഈ ഡോൺ ബോസ്കോയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ എഡ്യൂക്കേഷനിൽ പറഞ്ഞു. ഈ ഹെൽത്തിലും എന്തൊക്കെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഉണ്ടായത്? In healthcare, Don Bosco was basically for education, both academic education and also vocational, technical education. ഇതാണ് ഞങ്ങളുടെ ടു സ്ട്രോങ് ഫീൽഡ്സ്. ഹെൽത്ത് കെയറിൽ ഡോൺ ബോസ്കോ ഹാസ് നോട്ട് ഇൻവോൾവ്, ബട്ട് ഡോൺ ബോസ്കോ ഹാസ് ഓപ്പൺഡ് അപ്പ് ആൻഡ് ഇൻവൈറ്റഡ് other societies and congregations, especially sister congregations, who were involved in healthcare. So healthcare very important. So when Don Bosco missionaries started here, we didn't have a single diocese in Northeast, not even one diocese, because we all function under a diocese. And now today there are 15 dioceses in Northeast. There are so many archbishops and bishops, which means the church has grown. So each of the dioceses, they have set up healthcare centers, hospitals, inviting. അത് പല രീതിയിൽ സ്പ്രെഡ് ചെയ്ത്. Yeah. പക്ഷേ വേറെ കാര്യം ചോദിക്കുക, അച്ഛൻ 41 വർഷമായിടോ വന്നിട്ട്. അച്ഛൻ വരുന്നതിന് മുമ്പുള്ള നോർത്ത് ഈസ്റ്റിന്റെ ലൈഫ് സ്റ്റൈല്, പ്രത്യേകിച്ച് ആസാമിൽ ഇപ്പോഴത്തെയും ആ ലൈഫ് സ്റ്റൈലിൽ എന്താ പ്രധാനമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായത്? Social life, of course, the culture here Northeast is more today westernized. To a great extent, the culture has changed. Of course, everywhere the culture has changed. And now with the pandemic coming in again, the culture is still different. So what I want to say, there's an aping of the West. I have seen the traditional cultural values are slowly getting eroded. നമ്മുടെ ഇവരുടെ culture is very rich culture. Tribal dances is amazing, incomparable. Every tribe, there are more than 300-ൽ-അധികം tribals in the Northeast, tribal groups. Language, അതുപോലെ തന്നെ 400-500 ലാംഗ്വേജ് ഗ്രൂപ്പ് ഉണ്ട്. ഓരോ ട്രൈബിനും പല രീതിയിലുള്ള ഡാൻസ് ഫെസ്റ്റിവൽസ്. ദ കൾച്ചർ ഈസ് വെരി റിച്ച്.
But now they are trying to ignore their tribal, ethnic, local culture and getting little more westernized. So that is one of the ഇവരുടെ ഫുഡ് ഹാബിറ്റ് മാറിയോ? food habit mari no cha. No, there is both, we can say both. There is the one community, they always like to have their own tribal food, which is very rich because mostly of herbs, mostly of local food items, which is very healthy. But now with all junk food or fast food techniques, so the food is also gradually changing. But there is a one group always wanting to get back to their culture, the other group trying to ape the West and go in the modern way. That is there. അച്ഛൻ ഈ 41 വർഷം 43 വർഷം ഇവിടെ ഈ ബോഡോ ഇഷ്യൂ ഒക്കെ ഉള്ളപ്പോൾ അച്ഛൻ ഇവിടെ ലൈവാണ്. Alive. അച്ഛനിവിടെ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്താണ് ബോഡോ ഇഷ്യൂ ഉണ്ടാകുന്നത്, സ്റ്റുഡൻസ് ഇഷ്യൂ ഉണ്ടാകുന്നത്, അഗേൻസ്റ്റ് ബംഗാൾ ഇഷ്യൂ ഉണ്ട്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാകുന്നു, കാരണം ഇൻസർജൻസി ഡിക്ലയർ ചെയ്യുന്നു. അപ്പൊ ആ ഒരു സമയത്തു നിന്നുള്ള മാറ്റം എങ്ങനെയാണ് ഉണ്ടായത്? It's a gradual process. Maybe the government has given little more attention to Northeast. All these ethnic problems, of course, unemployment is a very big problem in Northeast because there are no industries. People are not coming and settling because they don't feel themselves safe. നോർത്ത് ഈസ്റ്റില് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ശാപമാണ് ഇപ്പോഴും ഈ പറയുന്ന പോലെ ടെറർ ആംഗിൾ മാറിയിട്ടില്ല. മറ്റുള്ള ഗ്രൂപ്പിംഗ്, റീഗ്രൂപ്പിംഗ്, ബോഡോ ആണെങ്കിലും മറ്റുള്ള ഇഷ്യൂ ആണെങ്കിലും ബംഗാളി വേഴ്സസ് ആസാമീസ് ഇഷ്യൂ, ഇതിനൊന്നും ഒരു പരിഹാരം ഇന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ കേസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും വരുന്ന വെള്ളപ്പൊക്കം. ഇതിനെപ്പറ്റി അച്ഛൻ എന്താ പറയുക? അച്ഛൻ ഇത് നോക്കി കാണുന്ന ആളല്ലയോ? ഫ്ലഡ് സിറ്റുവേഷൻ, ഈ വെള്ളപ്പൊക്കം നമ്മൾ എല്ലാ വർഷങ്ങളും കാണും. ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ജനങ്ങൾ അനുഭവിക്കുന്നു. ഇതിന് ഇതുവരെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇതുവരെ ഒരു പരിഹാരം, എവറി ടൈം ഫ്ലഡ് റിലീഫ്, ഈ പൈസ ഇങ്ങനെ മുടക്കുക, ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമല്ലാണ്ട് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള ഫ്ലഡ് ഇതുവരെ ഞാൻ ഇപ്പം 43 വർഷമായിട്ട് ഇവിടെ കാണുന്നില്ല. ദാറ്റ് ഈസ് എ വൺ ബിഗ് ഇഷ്യൂ. Then the problem of militancy or group, underground groups, ഇത് ഒരുപാട് കുറവുണ്ട് കേട്ടോ, ഒരുപാട് കുറവുണ്ട്. പഴയതിന് ഒരുപാട് കുറവുണ്ട്. ഞാൻ മേഘാലയയിലായിരുന്നപ്പോൾ ഒരു HNLC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മേഘാലയയിൽ ഉണ്ടായിരുന്നു, കാശി അവിടെ ഗ്രൂപ്പ്, അതൊക്കെ ഇല്ല. നാഗാലാൻഡിൽ ഉണ്ടായിരുന്നു NSCN. ഞാൻ ഗാരോ ഹിൽസ് ആയിരുന്നപ്പോൾ അവിടെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ്സ് ഒക്കെ അങ്ങോട്ട് മിസോറാം. That way, that demonetization helped in a good bit. Demonetization വന്നപ്പോൾ ഇവർക്ക് ഈ പൈസയുടെ പ്രശ്നം വന്നു. എല്ലാം ലൂട്ട് ചെയ്ത പൈസയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർക്ക് കൂടുതലായിട്ട്. അതുപോലെ തന്നെ മിലിറ്റൻസി അങ്ങോട്ട് കുറഞ്ഞു. ഡിമോണിറ്റൈസേഷന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് റിഡക്ഷൻ ഓഫ് മിലിറ്റൻസി. ഇത് ശരിക്കും ഉണ്ടായി. അച്ഛനിത് absolutely demonetization help to curb militancy in Northeast to a great extent because they do not know how to save their money again. All the money which they had looted എല്ലാം ലോസ്റ്റ്. ബാങ്കിലൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് പേരെ ഡെപ്പോസിറ്റ് ചെയ്ത് കാണും, പക്ഷെ എല്ലാം നശിച്ചു. അതുപോലെ തന്നെ അവർക്ക് പിന്നെ ജനങ്ങളുടെ കയ്യിലും പൈസ ഇല്ലാണ്ടായിപ്പോയി. All the old notes, new notes were difficult to get by. So അതുകൊണ്ട് ഡിമോണിറ്റൈസേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് റിഡക്ഷൻ ഓഫ് മിലിറ്റൻസി, പർട്ടിക്കുലർലി ഇൻ നോർത്ത് ഈസ്റ്റ്. അത് എൻ്റെ ഒരു മൈ ഓൺ കാൽക്കുലേഷൻ. ഇവിടുത്തെ ഫ്ലഡ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വല്ലാത്ത ഫ്ലഡാണ് ഇത്. കാരണം ഞാൻ 1997 ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്താ ഗവൺമെന്റ് ചെയ്യാത്ത? ഗവൺമെന്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇൻ ആസാം the flood situation നമ്മൾ പറഞ്ഞാൽ the Assamese people are living mostly in highland area. They have abandoned these low-lying areas. So who are these people living in the low-lying areas? Are mostly people who have come from Bangladesh and others. They have settled down in the low-lying areas, which is a flooding area. So every year flood happens, they are the sufferers. Those who are coming, mostly the Assamese people are all living in, because they know that it's a flooding area.
They live in higher areas, and the others are suffering. Because the others are suffering, the government is getting the benefit, but the benefit is not reaching Properly those who over. are really suffering also. I have a feeling like that. Yeah. That is. പക്ഷെ അതുപോലെ ഈ ബ്രഹ്മപുത്രയിൽ ഇവിടെ ശരിക്കും റിസോഴ്സസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. കാരണം ഇവിടെ ക്രൂഡിന്റെ, പക്ഷെ അതൊന്നും ഈ പൊട്ടൻഷ്യൽ ആയിട്ടൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം what has affected development in Northeast is mainly the militancy area. People are not so welcoming to the outside group. Whether it be Tatas or the Birlas or the Reliance company, they are afraid in a way to establish their industries here. Maybe that has affected a lot, because the people are not willing to go out for work, and neither are the people from the mainland coming. കേരളത്തിൽ ശരിക്കും ആസാമികൾ വരുന്നുണ്ട് ജോലി ചെയ്യാൻ ഇപ്പോഴും. ഇവിടുന്ന് അവർ പുറത്തു പോകുന്നു. അത് ദാറ്റ് ഈസ് മോസ്റ്റ്ലി പീപ്പിൾ ഹു ആർ കം ഫ്രം അതർ പാർട്സ്, like Bangladeshis and all. They are coming and settle in these low-lying areas, and they are going to. They are the ones. So if anybody is going to work in Kerala, most of them, I feel they are all coming from outside, settle down in these low-lying areas. They have been exported to other parts because they don't get a placement here, so they get it out there. അല്ല, അത് ഞാൻ ആ ചോദ്യത്തിലോട്ട് വീണ്ടും വരുക. ഇവിടെ ക്രൂഡിന്റെ ഇതുണ്ട്. അതെ. അപ്പൊ അതുണ്ടായിട്ട് പോലും ഞാനിപ്പോ രാവിലെ റിഫൈനറി വഴി നടന്നു. ഈ റിഫൈനറി എന്ന് പറയുന്നത് വലിയൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. കാരണം മണി ഒഴുകുന്ന എനർജിയാണ്. പക്ഷെ ആ ഒരു സംഭവം ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ല. എന്റെ കാരണം എന്താ? ഞാൻ അച്ഛനോട് പറഞ്ഞ അതിന്റെ ക്ലാരിറ്റി പറയാം. ഇപ്പം പെട്രോളിയം ക്രൂഡ് എന്ന് പറയുന്ന എനർജി ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു സംഭവം. അപ്പൊ അതിന്റെ ഒന്ന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഞാൻ കാണുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഗ്രോത്ത് ഉണ്ട്. ഇപ്പോ ആസാം ഹാസ് become one of the leading states. നമ്മളിപ്പോ whether you take it from me or not, the most peaceful city in India will be Guwahati. In which city in India can the women from all parts of the Northeast can walk at 11 o'clock, 12 o'clock, 1 o'clock in the night? It is possible only in Guwahati. Guwahati is a fast developing city. The amount of flyovers, the amount of growth that is taking place in Assam of late, it is praiseworthy. ഒരുപാട് ഡെവലപ്മെന്റ് ഇപ്പൊ ആസാം. പിന്നെ സേഫ്റ്റി ഉണ്ട് കേട്ടോ. സേഫ്റ്റി ഓഫ് പീപ്പിൾ very much in. I don't think even in Bangalore you are safe today. Such kind of a thing. Even in Kochi, I don't think we are so safe as in Guwahati. Now living in Guwahati for the last 5 years, Meghalaya ഞാനിപ്പോൾ 2017 ഗുവാഹട്ടിയിലേക്ക് വന്നു. സേഫസ്റ്റ് സിറ്റി. എനി ടൈം ഡേ ഓർ നൈറ്റ് ഇവിടെ ജനങ്ങൾക്ക് ഏത് ലോകത്ത് നിന്ന് ഇവിടെ വന്നാലും നമുക്ക് സേഫ് ആണ്. ഈ ആസാമികളെ പറ്റി പറയുന്നത് അവർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. Assamese are very good, fine people. Very, very good people. They are. എത്ര ശതമാനം മലയാളികളുണ്ട് ആസാമില്, ഗുവാഹട്ടിയിലും? മലയാളികൾ not many. I don't think as in Delhi and Bangalore. അല്ല, ഒരു സമയത്ത് മലയാളികൾ ജോലി അന്വേഷിച്ചു വന്ന് നേഴ്സസ് ഉണ്ടായിരുന്നു. There are, but not negligible. I don't know whether there are a huge. I don't see them at all. Hardly I see one or two here and there. So we don't have a Malayali association or anything in Guwahati as such. അവിടെ ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ കൂട്ടിയിട്ടുമില്ല, ഞാൻ പോയിട്ടുമില്ല. കാരണം ചില അങ്ങനെയുള്ള ഒരു പക്ഷേ ഗുവാഹട്ടി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മേഘാലയ വേറെ ഇവോ 32 വർഷം മേഘാലയയിൽ ജോലി, 25 വർഷം ഷില്ലോങ്ങിൽ, 7 വർഷം ഗാരോ ഹിൽസിൽ. ദ പ്ലേസ് ദാറ്റ് ഐ വർക്ക്ഡ്, ഐ ഗോട്ട് ഒരുപാട് സ്നേഹവും ഇതെല്ലാം ജനങ്ങളുടെ അടുത്ത് കിട്ടി. ഇറ്റ് വാസ് വെരി പീസ്ഫുൾ, നൈസ് പ്ലേസ്. ബട്ട് ഡെവലപ്മെൻറ്റ് ഇൻ ദ വില്ലേജസ് area, education is low. Even today the educational ladder in Northeast Meghalaya is lowest. കാരണം it has not reached the villages. എന്നുവെച്ചാൽ ഇപ്പോൾ കുട്ടികളൊക്കെ വില്ലേജിൽ നിന്ന് സിറ്റിയിലേക്ക് എഡ്യൂക്കേഷന് വേണ്ടി വരും, എന്നിട്ട് സിറ്റിയിൽ സെറ്റിൽ ആവും. So they are not going back. Not going back. Cities are getting crowded and overcrowded, and so
the city life is അതായത് spoiling. സിറ്റിയിലോട്ടുള്ള മൈഗ്രേഷൻ കൂടുന്നുണ്ട്. ഒരുപാട് അപ്പൊ അത് ശരിക്കും ബാലൻസ് ഇല്ലാതെ നോ ബാലൻസ് അറ്റ് ഓൾ. അതുപോലെ തന്നെ the evils of a city are also percolated ഇവിടെ ഉണ്ട്. Evil, drugs, it is whether it be Guwahati, whether it be Shillong, other cities, so the village people, they are also getting into all the addictive habits and behavior. It has become a very big അർബൻ ക്രൈം കൂടുന്നുണ്ട്.